കമ്മിങ് ടു മാർക്കറ്റിംഗ്, ഇപ്പൊ അത്യാവശ്യം ലൈക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. ആക്ച്വലി എന്ന് വെച്ചാൽ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പാർട്ട് തന്നെയാണ്. ലൈക് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിനോട് എത്തിക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് പെർഫോമൻസ് മാർക്കറ്റിംഗിൽ വരുന്നത്. അത് കൂടുതലും ലൈക്ക് ഒരു മെട്രിക്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇപ്പൊ ക്ലയൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ചായിരിക്കും പെർഫോമൻസ് മാർക്കറ്റിംഗ് വരുന്നത്. ഇപ്പൊ ക്ലയൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമായിരിക്കും, അവർക്ക് ലൈക്ക് മേ ബി വെബ്സൈറ്റ് ഒരു ട്രാഫിക് ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ഒരു ലീഡ് ജനറേഷൻ ആയിരിക്കും വേണ്ടത്. അപ്പം അവർക്ക് എന്താണോ കറക്റ്റ് വേണ്ടത് അത് നമ്മൾ അവരിലോട്ട് എത്തിച്ചു കൊടുക്കും. ആ പെർഫോമൻസിനായിരിക്കും മേ ബി അവർ ചാർജ് ചെയ്യുന്നത്. ഇതിപ്പം കൂടുതലും അക്കാദമീസിലും ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ബണ്ടിൽ ഔട്ട് ചെയ്തിട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കുറെ അക്കാദമീസ് ഉണ്ട്. കാരണം അതിനൊരു ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാല് ഒരു ബയർ പേഴ്സൺ എന്താണെന്ന് അറിഞ്ഞിട്ട് ആരായിരിക്കും അല്ലെങ്കിൽ ആക്ട് ചെയ്യാം, അവരുടെ ലൈക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേജ് മുതൽ നോക്കിയിട്ട് നമ്മൾ ഈ അവയർനെസ്സും കൺസിഡറേഷനും പിന്നെ സെയിൽസും എന്ന് പറയുന്ന പോലെ എല്ലാം കണക്ട് ചെയ്തിട്ട് വരുന്നൊരു ഏജൻസി ആയാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയാലും അതിലോട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും പെർഫോമൻസ് മാർക്കറ്റ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടെ പറഞ്ഞാൽ പെയ്ഡ് ആഡ്സ് അതേപോലെ തന്നെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇനീഷ്യൽ സ്റ്റേജ് മുതലാണെങ്കിലും എന്താണ് റിക്വയർമെന്റ് അതിന് വേണ്ടിയിട്ട് റിസൾട്ട് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇപ്പം പെർഫോമൻസ് മാർക്കറ്റിംഗ് വർക്ക്ഔട്ട് ചെയ്യുന്നത്.